ഒന്ന് അവിടെ ജോലി ചെയ്തിരുന്ന ആളുകളുമായി ബന്ധപ്പെട്ട മസ്റ്റർ റോൾ എടുത്ത് അവിടെ പരിശോധന നടന്നു. ആ പരിശോധന നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 7 പേർ അവിടെ 7 പേര് മിസ്സിംഗ് ആണോ എന്നുള്ള ഒരു സംശയമുണ്ട്. അതിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തത് 7 പേര് ഹോസ്പിറ്റലിലുണ്ട്. ഹോസ്പിറ്റലിലുള്ളതായിരിക്കുന്ന ആളുകളുടെ സാഹചര്യം കൂടുതൽ പേരും ബുദ്ധിമുട്ടില്ലാത്തതായ സാഹചര്യത്തിലാണ്. അപ്പോൾ ഈ മിസ്സിംഗ് ആയിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ച് പ്രാദേശികമായിട്ടുള്ള ആളുകൾ ആരെങ്കിലും നടന്നു പോകുന്ന വഴിയോ മറ്റോ ഇതിൽപ്പെട്ടോ എന്നുള്ള പരിശോധന ഉൾപ്പെടെ എല്ലാം പൂർണ്ണമായി നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ NDRFൻ്റെ നേരത്തെ സൂചിപ്പിച്ചു, NDRFൻ്റെ 30 അംഗ സംഘം വയനാട്ടിൽ നിന്ന്, 30 അംഗ സംഘം കോഴിക്കോട് നിന്ന്, പിന്നെ അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ നിന്ന് ഒരു ടീമിനെ കോഴിക്കോടേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയച്ചു. SDRFൻ്റെ പാണ്ടിക്കാട് നിന്ന് 50 അംഗ ടീമും ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിൻ്റെ 100 അംഗങ്ങളുടെ ടീമും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൽ അവിടെ എത്തി അവർ വ്യാപൃതരായിട്ടുണ്ട്. ആവശ്യത്തിനുള്ളതായിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് മുഴുവൻ സ്ട്രീംലൈൻ ചെയ്യാനുള്ള ഡയറക്ഷൻ കൊടുത്തു. അത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡീഷണൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സിനുള്ള നടപടികളും ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഡിഫൻസ് സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ 100 അംഗങ്ങളുടെ ഒരു ടീമിനെ സ്റ്റാൻഡ് ബൈ ആയി നിർത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പ്രത്യേക സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ എമർജൻസിയായി അവിടെ പോകത്തക്ക രീതിയിലുള്ള എല്ലാ ക്രമീകരണവും ഉണ്ടാവണമെന്ന് പറഞ്ഞ് 100 അംഗങ്ങളുടെ ഒരു ടീമിനെ അതിനും ക്രമീകരിച്ചിട്ടുണ്ട്. അല്ല, ഈ മണ്ണിടിച്ചിൽ എന്നുള്ളതിൻ്റെ ഒരു വെർഷൻ വളരെ കൃത്യമായി നിങ്ങൾ കൈമാറണം എന്നുള്ളത് നിങ്ങളോട് പറയുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡ് അല്ല. ഇപ്പം ഇതിനേക്കാൾ കൂടുതൽ മഴ പെയ്ത സ്ഥലമുണ്ട്, ഇതിനേക്കാൾ കുറവ് മഴ പെയ്ത സ്ഥലമുണ്ട്. പക്ഷേ ഇത് സംഭവിച്ചിരിക്കുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ദുരന്തമാണ് ഇത് സംഭവിച്ചത്. മുൻകൂട്ടി അലാം കൊടുത്തു മാറ്റണം എന്നുള്ളത് പറഞ്ഞു. ആ നിർദ്ദേശം പാലിക്കാത്തത് കൊണ്ടുണ്ടായ ഒരു അപകടമാണ്. അത് ഗൗരവമുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, കലക്ട്രേറ്റിലെ മീറ്റിങ്ങിൽ, ഇന്നലെ നടന്ന മീറ്റിങ്ങിലും മുമ്പ് നടന്ന മീറ്റിങ്ങുകളിലും ഞാൻ സ്ഥലത്ത് പോയി ടൗൺഷിപ്പിൽ പലയിടത്തായി ഇതുപോലെ മണ്ണ് കൂട്ടിയിട്ടുണ്ട്. അത് ഊരാലിങ്കലിനോട് പറഞ്ഞിട്ട് അവർ ചെയ്യാം എന്ന് പറഞ്ഞു. ഒരു തവണ ടൗൺഷിപ്പിനടുത്തുള്ള വീടുകളിൽ രാത്രി മുഴുവൻ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. അർദ്ധരാത്രിയിൽ ആളുകൾ പാനിക്കാവുന്ന സാഹചര്യം ഉണ്ടായി. അത് പിറ്റേ ദിവസം ഉച്ചയോടുകൂടിയാണ് ആ ചെളിയും മറ്റും ഒഴിവാക്കി ഡ്രൈൻ ഒരുവിധം ക്ലിയറാക്കി പോകാൻ പറ്റിയത്. ഇന്ന് കർക്കശമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ടൗൺഷിപ്പിലെ മണ്ണ് നിർബന്ധമായും അവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റി ക്രമീകരിക്കണം എന്നുള്ള കർക്കശമായ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് പാലിക്കപ്പെട്ടേ പറ്റൂ. അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. അതോറിറ്റി അറിയിക്കുന്നത് ഈ കഴിഞ്ഞ 24 മണിക്കൂറിൽ 265 മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ടെന്നാണ്. 204-ന് മുകളിലാണെങ്കിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോഴാണ് അവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. അത് അനാസ്ഥ തന്നെയല്ലേ? 226 മില്ലിമീറ്റർ മഴ രാവിലെ 8:30 ആകുമ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നെ 50 മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12:30 മണിക്കാണ് റെഡ് അലർട്ട് അവിടെ വന്നിട്ടുള്ളത്, റെഡ് അലർട്ട് കടന്നു വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പരിശോധിക്കാം. അത്ര എങ്ങനെയെന്നുള്ളത് ഒന്ന് ഉദ്യോഗസ്ഥരോട് ഇത് ക്രമീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. CMൻ്റെ ഓഫീസും റവന്യൂ മിനിസ്റ്ററുടെ ഓഫീസും അത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെയുള്ള തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. നിർമ്മാണ പ്രവൃത്തി നടന്നിട്ടില്ല എന്നുള്ളതാണ് കലക്ടർ നൽകിയിട്ടുള്ള വിവരണം. അതിൽ അവിടെ ഈ വെള്ളം വന്ന സമയത്ത് അത് പോകാനുള്ള വഴിയൊരുക്കുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള മറുപടി പറയാം. ഇന്ന് തന്നെ സംഭവസ്ഥലത്തെത്തും. അതിൻ്റെ കോർഡിനേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. കലക്ടർ അവിടെയുണ്ട്, ഫയർ സിസ്റ്റം അവിടെയുണ്ട്. എല്ലാ സംവിധാനത്തോടു കൂടിയിട്ടുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഡിക്ലെയർ ചെയ്യാത്തതിലേക്ക് അത് ഒന്ന് പരിശോധിച്ചതിന് ശേഷം പറയാം. ചില വിവരങ്ങൾ നമുക്കുണ്ട്. അതിന് ആധികാരികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ലഭ്യമായതിനു ശേഷം അതിനെക്കുറിച്ച് പറയാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.